രാഹുൽ മാങ്കുടത്തിനെതിരെയുള്ള ലൈംഗികാതിക്രമ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. മൊഴിയെടുക്കാൻ പരാതിക്കാരെ വിളിച്ചു വരുത്തി. വെളിപ്പെടുത്തൽ നടത്തിയ പെൺകുട്ടികളുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. മൊഴി നൽകിയില്ല എങ്കിൽ കേസ് നിലനിൽക്കില്ലെന്ന് ബോധ്യപ്പെടുത്താനാണ് ശ്രമം. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, നിലവിൽ ആരുടെ മൊഴിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നത്? പരാതി നൽകിയത് മൂന്നാം കക്ഷിയായവരുടെ പരാതിയാണോ? ഈ പറഞ്ഞ പുറത്തേക്ക് വന്ന ശബ്ദരേഖ, അതിലുള്ള പെൺകുട്ടികൾ മൊഴി നൽകാൻ തയ്യാറാണോ റോഷിപാൽ? സ്മൃതി, രാഹുൽ മാങ്കുടത്തിൽ MLA-ക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങൾ, അതിലേറ്റവും പ്രധാനം പുറത്തു വന്ന ശബ്ദ സംഭാഷണങ്ങളാണ്. അതിൽ ഗർഭചിത്രം നടത്താൻ വേണ്ടി രാഹുൽ മാങ്കുടത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സംഭാഷണങ്ങളുണ്ട്. ഒപ്പം അസഭ്യം പറഞ്ഞതടക്കമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ ഷിൻഡോ സെബാസ്റ്റ്യൻ നൽകിയ ഒരു പരാതിയുണ്ട്. അത് ബാലാവകാശ കമ്മീഷനാണ് പരാതി നൽകുക. ആ പരാതി അത് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ആ ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ ആ പരാതിക്കാരനായ ഷിൻഡോ സെബാസ്റ്റ്യനെ ഇന്ന് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മൊഴി രേഖപ്പെടുത്തുകയാണ്. ഇന്നു മുതൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. DYSP ഷാജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. അതിൽ സൈബർ വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘമാണ്. ഏതായാലും പരാതി നൽകിയ 13ഓളം പേരുണ്ട്. അതിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന ആളുകൾ അത് തേർഡ് പാർട്ടിയാണ്. പക്ഷേ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. എന്നിട്ടാകാം ഒരുപക്ഷെ പരമാവധി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാകാം ഒരുപക്ഷെ ഈ വിക്റ്റിമായിരിക്കുന്ന ഇരകളായിരിക്കുന്ന പെൺകുട്ടികളിലേക്ക് എത്താൻ സാധ്യത. കാരണം അവരുടെ മൊഴി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കടമ്പ. അത് നിലവിൽ പോലീസിൻ്റെ കയ്യിലുള്ളത് റിപ്പോർട്ടർ പുറത്തുവിട്ട തെളിവുകളാണത്. വാട്സപ്പ് ചാറ്റുകൾ, ടെലിഗ്രാം ചാറ്റുകൾ, ഒപ്പം ശബ്ദ സംഭാഷണങ്ങൾ അടക്കമാണ്. ഈ സാക്ഷികൾ എന്താണ് കൈമാറുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും അന്വേഷണം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് IG സ്പർജൻ കുമാറിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ശരി, റോഷിപാലാണ് ആ വിവരങ്ങൾ നൽകിയത്. പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്.